പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ശുദ്ധീനാത്മാക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ സമയം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ, നമ്മുടെ സഭയിൽ നിന്ന്, പൗരോഹിത്യത്തിൽ നിന്ന്, സന്യാസ ജീവിതത്തിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീനാത്മാക്കളെ കണ്ടുകൊണ്ട് ആത്മാക്കൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഞങ്ങളുടെ യുവമക്കൾക്കും തലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവംബർ മാസത്തില് കർത്താവിന്റെ കരുണയിലും ബലിയിലും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ സ്വർഗം സന്തോഷിച്ച് കനിഞ്ഞ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേല്, നമ്മുടെ തലമുറയുടെ മേല്, നമ്മുടെ കുടുംബത്തിന് മേല് ചൊരിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. അതായത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അതായത് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ മൂലം അവർ സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രവേശിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഈ ശുദ്ധീകരണാത്മാക്കൾ നമ്മോട് വലിയ നന്ദിയുള്ളവരായിരിക്കും. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ എല്ലാ കാര്യത്തിലും, ജോലിയില്, പഠനത്തില്, കുടുംബജീവിതത്തില്, പൗരോഹിത്യത്തില്, ശുശ്രൂഷയില്, എല്ലാത്തിലും ഈ ശുദ്ധീകരണാത്മാക്കൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് വേണ്ടി ശക്തരായ മധ്യസ്ഥരെ നമ്മൾ കാണുന്നുണ്ട്. ബൊളോഞ്ഞോയിലെ വിശുദ്ധ കാതറിൻ പറയാണ്, എനിക്ക് വിശുദ്ധരിൽ നിന്ന് അനേകം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അതിനേക്കാൾ ഏറെ ശുദ്ധീകരണാത്മാക്കളിൽ നിന്ന് എനിക്ക് ഒത്തിരി സഹായം ലഭിച്ചിട്ടുണ്ട്. നമ്മള് സ്വർഗത്തിലേക്ക് ചെല്ലുന്നത് വരെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയില് നിരന്തരം പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥരായിട്ട് മാറും. ഇങ്ങനെ ശുദ്ധീകരണത്തിൽ നമ്മൾ സഹായിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട ശുദ്ധീകരണ ആത്മാക്കളായ വിശുദ്ധർ, ഒരു വിശുദ്ധാത്മാക്കളാണ്. അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥന തന്നെ നമ്മെ ഒത്തിരി സഹായിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഡൊമിനിക്കൻ സഭാംഗമായ മസിയായിലെ വാഴ്ത്തപ്പെട്ട ജോൺ ശുദ്ധീകരണാത്മാക്കളോട് വലിയ ഭക്തിയും അവർക്ക് വേണ്ടി നിരന്തരം ജപമാലകള്, ലക്ഷക്കണക്കിന് ജപമാലകൾ അർപ്പിച്ച് അനേകായിരം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്നതില് ശുദ്ധീകരണത്തിൽ സഹായിച്ച ഒരു വാഴ്ത്തപ്പെട്ട ഒരു വിശുദ്ധൻ. ആ മകന്റെ ജീവിതത്തില് അന്ത്യസമയത്ത്, മരണസമയത്ത് ശുദ്ധീകരണാത്മാക്കള്, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ആത്മാക്കള് അദ്ദേഹത്തെ സഹായിക്കാൻ വന്നതും അദ്ദേഹത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചതും അദ്ദേഹത്തെ ബലപ്പെടുത്തിയതും നമുക്കറിയാം. നമ്മുടെ മരണസമയം അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് സമയത്തൊക്കെ നമുക്ക് ഒത്തിരി സ്വർഗത്തിന് സഹായം വേണം.
വളരെ പ്രത്യേക ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, മരിച്ചുപോയവരൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോ ആ സമയത്തുണ്ടാകുന്ന ഒത്തിരി അസ്വസ്ഥതകള്, പേടി, ഭയങ്കരമായിട്ടുള്ള പ്രലോഭനങ്ങള്, ഒത്തിരി ആത്മീയ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയമാണ്, മരണാസന്നമായ സമയം. ഒത്തിരിയേറെ കാരണവന്മാരെ, പ്രായമായവരൊക്കെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ശുദ്ധീകരണ ആത്മാക്കള് സ്വർഗത്തിന്റെ ഒരു വലിയ സഹായം നമുക്ക് നൽകും. വിശുദ്ധ ജർത്രൂദ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിച്ച ഒരു മഹാവിശുദ്ധി. ശുദ്ധീകരണ സ്ഥലം, അനേക ശുദ്ധീകരണ ആത്മാക്കള് അവർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിച്ച ഒരു മഹാവിശുദ്ധി. വിശുദ്ധ മരിക്കാൻ പോണ സമയത്ത് അനേകം ശുദ്ധീകരണാത്മാക്കൾ, മാലാഖമാര് ഇറങ്ങി വന്ന് ഒത്തിരി പ്രലോഭനം, ഒത്തിരി പൈശാചിക പീഡകള്, ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഈ മരണാസന്നമായ സമയത്ത് കടന്നു പോകുന്ന ജർത്രൂദിനെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഈ ഒരു സാന്നിധ്യം ഇറങ്ങി വന്നു. അവസാനം ഈശോ തന്നെ നേരിട്ട് ഇറങ്ങി വരുന്നു. ജർത്രൂദിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതിനെ സ്വർഗം മാനിച്ചു, ഈശോ മാനിച്ചു. ഈശോ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഈ വിശുദ്ധ ജർത്രൂദിനെ മരണാസന്നമായ ആ സമയത്ത് സഹായിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ ലോക ജീവിതത്തില് നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മള് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട്, നമ്മുടെ കുടുംബത്തിലെ ഓരോരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി. നാളെ നമ്മൾ കാണും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിന്റെ ചില തടസ്സങ്ങൾ. അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, ഒത്തിരി സ്വർഗത്തിന്റെ സഹായം ലഭിക്കാൻ, ഒത്തിരി വിശുദ്ധരുടെ മാധ്യസ്ഥം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒത്തിരി ഗുണങ്ങൾ ആത്മീയമായ മേഖലയില്, ശാരീരികമായ മേഖലയില്, ജോലി മേഖലയില്, സാമ്പത്തിക മേഖലയില്, കുടുംബജീവിതത്തില്, പൗരോഹിത്യത്തില്, ശുശ്രൂഷ ജീവിതത്തിലൊക്കെ നമുക്ക് സ്വർഗത്തിന്റെ ഒത്തിരി സഹായം ലഭിക്കാൻ, എല്ലാത്തിലും ആത്മീയവും ഭൗതികവുമായ സകല മേഖലകളിലും വളരാൻ നമ്മെ സഹായിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ മക്കൾക്ക് തിരിച്ചറിവ് ലഭിച്ചിട്ട് നിരന്തരമായിട്ട് ബലിയർപ്പിച്ച് അവര് കരുണക്കൊന്ന് ചൊല്ലി ഈ വിശുദ്ധ ജർത്രൂദിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച്, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേക മക്കള് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അത് പരീക്ഷിച്ച് നോക്കിക്കോ, ഇത് വലിയൊരു അനുഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രാർത്ഥന മൂലം ഒരാത്മാവ് ശുദ്ധീകരണത്തിൽ സഹായിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടാൽ പിന്നെ ആ ശുദ്ധീകരണ ആത്മാവ്, ആ വിശുദ്ധാത്മാവ് എന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സ്വർഗത്തിൽ ദൈവത്തിന് ഇരിക്കപ്പെടുന്നില്ലാത്ത വിധത്തില് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് മാറും. വലിയ ഭാഗ്യമാക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും സ്വർഗത്തിന്റെ സഹായം നേടുവാൻ നമുക്കിടയാകട്ടെ. നിങ്ങൾക്കെല്ലാം ഇടയാകട്ടെ. നമ്മുടെ കുടുംബത്തിലെ തലമുറയ്ക്കും മക്കൾക്കും അനുഗ്രഹത്തിന്റെ വലിയൊരു അടിസ്ഥാനമാണ് ഈ ഒരു പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും എഴുത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നവംബർ മാസത്തിന്റെ ചൈതന്യത്തില് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോ ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ തലമുറയ്ക്ക്, ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണല്ലോ. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെടുത്തിരിക്കുന്ന പ്രകാരം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് ത്യാഗം ചെയ്ത് കരുണയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുമ്പോ, പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടുന്ന കൃപകൾ ഏറെയാണ്.
ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമാവിധത്തില് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ ഞങ്ങളിലേക്ക് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, എല്ലാ സഹായത്തെ ഓർത്ത്, മാധ്യസ്ഥത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും അവിടുന്ന് കരുണയോടെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾ അതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയിരക്കണക്കിന് മക്കള് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലികള്, കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള്, ജപമാലകള്, തിരുരക്തത്തിന്റെ ജപമാലകള് എല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ ഈശോയെ അങ്ങയുടെ മക്കളുടെ മേല് വലിയ കരുണ ചൊരിയണമേ. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അങ്ങയുടെ കരുണയുടെ വലിയ പ്രവാഹം കുത്തൊഴുക്കുണ്ടാകട്ടെ. നിലയില്ലാത്ത കടൽ പോലുള്ള അങ്ങയുടെ കരുണ കടലിലേക്ക് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ആഴ്ത്തിക്കൊണ്ട് ഈശോയെ ഞങ്ങളുടെ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കരുണ ചൊരിയണമേ. അവരെ വിശുദ്ധീകരിക്കണമേ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് വിശുദ്ധ ജെർട്രൂദിന്റെ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുദ്ധനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചും തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഒത്തിരിയേറെ മക്കള് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള തിരുരക്തത്തിന്റെ ജപമാലയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നവരുണ്ട്. വീട്ടിലും വാഹനത്തിലും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആ തിരുരക്തത്തിന്റെ ജപമാല നിങ്ങൾ കേട്ട് നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. മരണാസന്നരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൽ തിരുരക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. തിരുരക്തത്തിന്റെ ജപമാല എല്ലാവരും പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. പ്രത്യേക അനുഗ്രഹം അതിലൂടെ കർത്താവ് ആത്മാക്കളെ മേടിച്ചൊരിക്കുന്നുണ്ട്. സ്വീകരിക്കാൻ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി നമുക്ക് ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ കൃപകളും വരങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മേല് വലിയ കരുണ ചൊരിയണമേ. ജീവിച്ചിരിക്കുന്നവരായി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ആശീർവാദം സ്വീകരിക്കാൻ നന്ദിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാനീശോയെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളെ, ഇവരുടെ നിയോഗങ്ങള്, വേദനകള്, നൊമ്പരങ്ങള്, സങ്കടങ്ങള് എല്ലാം ഏറ്റെടുക്കണമേ. ഇടപെടണമേ കർത്താവേ. ഞങ്ങൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ കുടുംബത്തിലെ പേര് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളോടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ തലമുറയോടും ഈശോയെ അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.